ഹലോ, നമസ്കാരമുണ്ട് എല്ലാവർക്കും. നമ്മൾ നുബ്ര വാലിയിൽ നിന്നും പാങ്കോങ് റൂട്ടിലേക്കുള്ള യാത്രയിലാണ്. കഴിഞ്ഞ റൈഡിൽ നമ്മൾ ഈ ഒരു കാണുന്ന സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ യാത്ര അവസാനിപ്പിച്ചത്. കഴിഞ്ഞ റൈഡിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ നമ്മുടെ കൂടെ ഇവിടെയുണ്ട്. കുറച്ച് വിശ്രമിക്കാനും അതുപോലെ നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുന്നതിനനുസരിച്ച് നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി കൂടിയാണ് നമ്മളിവിടെ ഈ ഒരു സൈഡിൽ വണ്ടി നിർത്തിയത്. എന്തായാലും ഞങ്ങൾ ഇനി ഇവിടുന്ന് അടുത്ത റൈഡ് തുടരാനായിട്ട് പോവാണ്. ഇനി അടുത്ത കാഴ്ചകളിലേക്ക്. പാങ്കോങ്ങിലേക്ക് 57 കിലോമീറ്റർ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ രണ്ടുപേരും മാറി മാറി വണ്ടി ഓടിച്ചു വന്നു. ഇപ്പോൾ ലാൻഡ്സ്കേപ്പിൻ്റെ രീതി മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. നല്ല ചെങ്കുത്തായ കയറ്റവും എയർപിൻ ബെൻഡും മൊത്തത്തിലാകെ പേടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. താഴേക്ക് നോക്കിയാൽ ശരിക്കും പേടി തോന്നുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ശ്രദ്ധ തെറ്റിയാൽ തീർന്നു. അത്രയ്ക്കും ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് ഞങ്ങൾ വണ്ടി ഓടിച്ചു പോകുന്നത്. ഇതുപോലെയുള്ള ഈ പാറക്കെട്ടുകൾക്കിടയിൽ കുറച്ച് മുന്നേ 1-2 തവണ ഞങ്ങൾ വരയാടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ക്യാമറ ഓൺ ചെയ്ത് വന്നപ്പോഴത്തേക്കും അത് മൂവ് ചെയ്ത് പോയി. വീഡിയോയിൽ ആ സംഭവം കിട്ടിയില്ല. വെള്ളം കുടിക്കാനായിട്ട് വരുന്നതാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ നുബ്ര വാലിയിൽ കണ്ട അതേ ഷയോക്ക് റിവറിൻ്റെ ചെറിയ കൈവഴിയാണ് ഈ ഒഴുകി പോകുന്നത്. പക്ഷേ അവിടെ നമ്മൾ നേരത്തെ കണ്ടതിന് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഇപ്പോൾ ഈ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഭൂമിയുടെ ഘടനയ്ക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദിശ മാറിയിട്ട് ഒഴുകുന്നതായിരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും താഴെ നമ്മൾ കണ്ട ഷയോക്ക് ചെറിയ നീല നിറത്തിലായിരുന്നു. ഇത് നല്ല പ്യുവർ ഗ്രീൻ കളറിലാണ് ഒഴുകുന്നത്. വീണ്ടും ഒരു 10-30 കിലോമീറ്ററോളം ഞങ്ങൾ മുന്നോട്ട് വണ്ടി ഓടിച്ച് വന്നു. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരുപാട് താഴ്ന്ന പ്രദേശത്തുകൂടിയാണ് നമ്മൾ റൈഡ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ടിരുന്ന വലിയ കൂറ്റൻ പാറകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് ഞങ്ങളുടെ ഒത്തിരി മേലെയായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. പാറ കഷ്ണങ്ങളൊക്കെ ഏത് സമയത്ത് വേണമെങ്കിൽ പൊട്ടി വീഴാറായ അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ ചെറിയ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ദൂരെ നമുക്ക് മഴക്കാർ ഇരുണ്ടുകൂടി നിൽക്കുന്നത് കാണാം. ഇപ്പോൾ ഈ സൈഡിലൂടെ ഒഴുകുന്ന ഈ റിവർ കണ്ടോ? നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ നേരെ എതിർ ദിശയിലാണ് ഇപ്പോൾ ഒഴുകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ ഭൂമിയുടെ ഘടനയ്ക്കനുസരിച്ച് നദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒഴുകും. പക്ഷെ അവസാനം എത്തിച്ചേരുന്നത് ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കും. ഷയോക്ക് റിവറും ഇതുപോലെ തന്നെ വന്നു ചേരുന്നത് പാങ്കോങ് ശ്രേണിയിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ 1-2 വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നീട് കുറച്ചുകൂടി നിങ്ങൾ ഓടി ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ഇത് ദുർബുക്ക് വില്ലേജ് ആണ്. ഇവിടെ മിക്ക സ്ഥലങ്ങളിലും പച്ചക്കറികളും അതുപോലെ ചോളമാണോ ഗോതമ്പാണോ എന്നൊന്നും അറിയില്ല, അതുപോലെയുള്ള മറ്റു കൃഷികളൊക്കെ കാണുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങൾ എപ്പോഴും ഇതുപോലുള്ള കാഴ്ചകൾ കൊണ്ട് വളരെ സമ്പന്നമായിരിക്കും. ആ കാഴ്ചകൾ കണ്ട് വണ്ടി ഓടിക്കാൻ തന്നെ വല്ലാത്തൊരു അനുഭൂതിയാണ്. എന്തായാലും ഞങ്ങൾ ദുർബുക്കിലെ ഒരു ചെറിയ ടൗണിൽ വന്നെത്തി. ഇവിടുന്ന് നമ്മൾ ഇനി ലഞ്ച് കഴിച്ചിട്ടായിരിക്കും ബാക്കി റൈഡ് തുടരുന്നത്. ഇവിടെ ദുർബുക്കിലുള്ള ഒരു ചെറിയ ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. അവിടെ ആ സൈഡിൽ നിന്ന് കോട ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. നോർമലി ഞാൻ ഓർഡർ ചെയ്യുന്ന പ്ലെയിൻ റൈസും ദാൽ കറിയും. മാഗി നോർമൽ മാഗി. ഇതിലൂടെ ലിഫ്റ്റിട്ട് പോവാണ്. ഓക്കെ ഓടുന്ന അനുസരിച്ച് കേരള ടു കാശ്മീർ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു പുറത്തിറങ്ങി. അപ്പോൾ ഹോട്ടലിൻ്റെ തൊട്ടു മുന്നിലായിട്ട് എൻ്റെ നാട്ടുകാരനായ ഒരു പയ്യനെ കണ്ടു. അവൻ നാട്ടിൽ നിന്നും പബ്ലിക് ട്രാൻസ്പോർട്ട് അതുപോലെ ഹിച്ച് ഹൈക്ക് ഒക്കെ ചെയ്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്തായാലും കുറച്ചു നേരം ഞാൻ അവനോടൊക്കെ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. വീണ്ടും ഞങ്ങൾ ഇവിടുന്ന് റൈഡ് ആരംഭിക്കുകയാണ്. ദുർബുക്ക് വില്ലേജ് കുറച്ച് ദൂരം ഓടാനുണ്ടെന്ന് തോന്നുന്നുണ്ട്. ചെറിയ പച്ചപ്പുള്ള കൃഷി സ്ഥലങ്ങൾ ഒരുപാട് നേരത്തേക്ക് കാണുന്നുണ്ടായിരുന്നു. പൊതുവെ ആ ഏരിയയിൽ തണുപ്പും ഇത്തിരി കൂടുതലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇഷ്ടം പോലെ യാക്കുകൾ മേഞ്ഞ് നടക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു. ഒരു ലഡാക്കി അമ്മൂമ്മ നിറയെ ആടുകളെ മേയ്ക്കുന്ന കാഴ്ച കണ്ടു. അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി അവരോടൊക്കെ സംസാരിച്ചു. അവർക്ക് ഹിന്ദി അറിയാമെന്ന് വിചാരിച്ചു. എനിക്ക് അറിയാവുന്ന ഹിന്ദി കൈസയോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അവർ ലഡാക്കി ഭാഷയിൽ എന്നോട് എന്തൊക്കെയോ തിരിച്ച് പറയുന്നുണ്ടായിരുന്നു.
വീണ്ടും ഞങ്ങൾ റൈഡ് ചെയ്യുകയാണ്. നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്കും വണ്ടി ഓടിക്കാൻ ഭയങ്കരമായിട്ട് കൊതിയായി. അങ്ങനെ ക്യാമറ ഞാൻ സുരേഷ് ഏൽപ്പിച്ചു. ഞാൻ റൈഡ് ആരംഭിച്ചു. പിന്നീട് കുറച്ച് ദൂരം നല്ല റിസ്കി ആയിട്ടുള്ള ഓഫ് റോഡാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതെല്ലാം ആ ഒരു സ്പിരിറ്റിൽ തന്നെ എടുത്തുകൊണ്ട് എൻജോയ് ചെയ്ത് വണ്ടി ഓടിക്കുന്നു. റോഡ് കൺസ്ട്രക്ഷൻ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് എല്ലായിടത്തും. അതുപോലെ തന്നെ മുന്നിൽ ഇഷ്ടംപോലെ മിലിറ്ററി ട്രക്കുകളൊക്കെ പോകുന്നുണ്ട്. ഇത് ചൈന ബോർഡർ ആയതുകൊണ്ടായിരിക്കണം നല്ല സ്ട്രിക്റ്റ് സെക്യൂരിറ്റിയാണ് ഈ ഏരിയയിൽ മൊത്തം. അടുത്തതായിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ പാങ്കോങ് ലേക്കിന്റെ ഫസ്റ്റ് വ്യൂ കിട്ടുന്ന ആ സ്ഥലത്തെത്തി. ഇനി ഇവിടുന്ന് കുറച്ച് നേരത്തേക്ക് പാങ്കോങ് കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് റൈഡ് ചെയ്യുന്നത്. ഞങ്ങൾ പറഞ്ഞതിലും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. സൺലൈറ്റ് പോകുന്നതിന് മുമ്പായിട്ട് പാങ്കോങ്ങിലെ ക്യാമ്പിൽ എത്തുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും സൈഡിൽ നല്ല നീല കളറിൽ നീണ്ടു കിടക്കുന്ന പാങ്കോങ് ലേക്ക്, അതിന്റെ സൈഡിലൂടെ ഒരു സ്വപ്നത്തിൽ കാണുന്നത് പോലെ ഞങ്ങൾ രണ്ടുപേരും വണ്ടി ഓടിച്ച് പതുക്കെ അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവസാനം പാങ്കോങ് ലേക്കിലെ ക്യാമ്പിലെത്തി. ഷൂട്ടിംഗ് പോയിന്റിന്റെ തൊട്ടടുത്തായിട്ടാണ് ഞങ്ങളുടെ ക്യാമ്പ്. പക്ഷെ ക്യാമ്പിലേക്ക് കയറുന്നതിന് മുന്നേ നേരെ ലേക്കിന് സൈഡിലേക്ക് ഞങ്ങൾ പോയി. സൂര്യൻ ഓൾറെഡി അസ്തമിച്ചിട്ടുണ്ട്. എന്നാലും ചെറിയ ആ ഒരു ലൈറ്റിലുള്ള കാഴ്ചകളൊക്കെ കുറച്ച് നേരം കണ്ടു. അപ്പോഴേക്കും നല്ല ഇരുട്ടായി. എന്തായാലും ഇനി നാളെ രാവിലെയുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നാളത്തെ രാവിലെ മുതലുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.